ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക്. പാലക്കാട് അട്ടപ്പാടി ജെല്ലിപ്പാറയിൽ പുലി എന്ന സംശയം. പുലിയെ കണ്ടെന്ന് നാട്ടുകാർ വനം വകുപ്പിനെ അറിയിച്ചു. ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അട്ടപ്പാടി മഞ്ഞച്ചോലയിൽ കാട്ടാനക്കൂട്ടം എത്തി. ജനവാസ മേഖലയോട് ചേർന്ന വനമേഖലയിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. മണ്ണാർക്കാട് കാട്ടുപന്നി കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞു. നെല്ലിയാമ്പതിയിൽ കരടിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, പുലിയെ കണ്ടെന്നുള്ളൊരു സംശയമാണ് ആദ്യം അട്ടപ്പാടിയിൽ നിന്നും വരുന്നത്. പ്രദേശത്ത് എന്തായാലും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രദേശത്ത് വ്യാപകമായി ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടോ? ഇന്ന് വൈകിട്ടോടുകൂടിയാണ് പാലക്കാട് അട്ടപ്പാടി ജെല്ലിപ്പാറയ്ക്ക് സമീപം ഇത്തരത്തിൽ പുലി ജനവാസ മേഖലയിൽ എത്തി എന്ന രീതിയിലുള്ള സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. പ്രദേശവാസിയായ ഒരാൾ പുലിയെ കണ്ടെന്ന വിവരം നാട്ടുകാരോട് പറയുകയായിരുന്നു. പെട്ടെന്ന് തന്നെ വനവകുപ്പിൽ വിവരം അറിയിച്ചു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ജെല്ലിപ്പാറയ്ക്കും മഞ്ഞ ചോല എന്ന് പറയുന്ന പ്രദേശത്തേക്കും എത്തി പരിശോധന തുടരുകയാണ്. ഈ പ്രദേശത്ത് സമീപത്തായി തന്നെ ഒരു കാട്ടാന കൂട്ടവും പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പുലി എത്തിയെന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ അട്ടപ്പാടിയിൽ ഇത്തരത്തിലൊരു പരിശോധന തുടരുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതിനിടയിൽ ഇപ്പോൾ പാലക്കാട് നെല്ലിയാമ്പതിയിൽ നിന്നും ഒരു വിവരം വരുന്നുണ്ട്. കരടിയുടെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. നെല്ലിയാമ്പതി റാണിമേട് എസ്റ്റേറ്റിലെ സുരേന്ദ്ര ബാബുവിനാണ് ഇത്തരത്തിൽ കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. ഇയാൾ ഈ റാണിമേട് എസ്റ്റേറ്റിലെ ജീവനക്കാരനാണ്. മൂത്രമൊഴിക്കാനായി എസ്റ്റേറ്റിലെ താമസ സ്ഥലത്തു നിന്ന് പുറത്തിറങ്ങിയ സമയത്താണ് കരടി സുരേന്ദ്ര ബാബുവിനെ ആക്രമിച്ചത്. കരടിയുടെ ആക്രമണത്തിൽ ശരീരത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ആദ്യം നെന്മാറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിയാണ് ചികിത്സ നൽകിയത്. അവിടെ എത്തി പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയതിനു ശേഷം പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏതായാലും പരിക്ക് ഗുരുതരമുള്ളതാണെന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. തൃശൂർ സ്വദേശിയാണ് ഇപ്പോൾ കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റുള്ള സുരേന്ദ്ര ബാബു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ഓക്കെ, കരടിയുടെ ആക്രമണത്തിൽ ആൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.